നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാജ്യത്തെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് പുതിയ മേധാവിമാർ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മേധാവിയായി നീന സിംഗിനെ നിയമിച്ചു. ഡൽഹി മെട്രോ, രാജ്യത്തെ വിമാനത്താവളങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന CISFന്റെ തലപ്പത്തേക്ക് ഇത് ആദ്യമായിട്ടാണ് ഒരു വനിത എത്തുന്നത്. 1989 ബാച്ചിലെ രാജസ്ഥാൻ കേഡറിലെ IPS ഓഫീസറായ നീന CSFൽ സ്പെഷ്യൽ ഡിജിറ്റലായി പ്രവർത്തിച്ചു വരികയാണ്. 2021 മുതൽ CSFന്റെ ഭാഗമാണവർ. ബീഹാർ സ്വദേശിയായ നീന രാജസ്ഥാൻ പോലീസിൽ ഉയർന്ന പദവി കൈകാര്യം ചെയ്ത ആദ്യ വനിത കൂടിയാണ്. അതേസമയം CRPFൽ റിസർവ് പോലീസ് മേധാവിയായി അനീഷ് ദയാലും ITBP മേധാവിയായി രാഹുൽ രസ്ഗോത്രയും നിയമിതരായി. 1993 ബാച്ച് മണിപ്പൂർ കേഡർ IPS ഉദ്യോഗസ്ഥരാണ് അനീഷ് ദയാൽ സിംഗ്. നവംബർ 30 സുജോയ് ലാൽ അയോഡൈസൻ വിരമിച്ചതിനെ തുടർന്ന് CRPFന്റെ അധിക ചുമതലയും ഇദ്ദേഹം വഹിച്ചിരുന്നു. CISF മേധാവിയായി ദയാൽ സിംഗിനെ നിയമിക്കുന്നതിന് ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. 2024 ഡിസംബർ 31 വരെ ഇദ്ദേഹത്തിന്റെ സേവന കാലാവധി തുടരും. നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന രാഹുൽ രസ്ഗോത്രയാണ് ദയാൽ സിംഗിന് പകരം പുതിയ ITBP മേധാവിയാകുന്നത്. മണിപ്പൂർ കെഡോറിലെ 1989 ബാച്ചിലെ IPS ഓഫീസറായ രസ്ഗോത്രയുടെ സേവന കാലാവധി 2025 സെപ്റ്റംബർ 30 വരെയായിരിക്കും. രാജസ്ഥാൻ കെഡോറിലെ 1989 ബാച്ച് IPS ഓഫീസറായ നീന സിംഗ് നിലവിൽ CSFലെ സ്പെഷ്യൽ ഡിജിറ്റലായിരുന്നു. 3 ബറ്റാലിയനുകൾ മാത്രമുള്ള ചില സെൻസിറ്റീവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംയോജിത സുരക്ഷാ പരിരക്ഷ നൽകുന്നതിനായി 1969 സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് നിലവിൽ വരുന്നു. 1,73,355 ഉദ്യോഗസ്ഥരുള്ള ഒരു പ്രധാന മൾട്ടി സ്കിൽഡ് ഓർഗനൈസേഷനായി സേന പിന്നീട് വളർന്നിരുന്നു. നിലവിൽ രാജ്യത്തുടനീളം 358 സ്ഥാപനങ്ങൾക്ക് CSFൽ സുരക്ഷാ പരിശീലനം നൽകുന്നു. CISFൽ സ്വന്തമായി ഫയർ വിങ്ങും ഉണ്ട്. അത് മേൽപ്പറഞ്ഞ 112 സ്ഥാപനങ്ങൾക്ക് സേവനം നൽകുന്നു. CISF സുരക്ഷാ കുടയിൽ ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളായ ആണവ ഇൻസ്റ്റാളേഷനുകൾ, ബഹിരാകാശ സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. കൂടാതെ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾ, ഐക്കോണിക് പൈതൃക സ്മാരകങ്ങൾ, ഡൽഹി മെട്രോ എന്നിവയും CISF സംരക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട സംരക്ഷകർക്ക് മുഴുവൻ സമയവും സുരക്ഷ നൽകുന്ന ഒരു പ്രത്യേക VIP സെക്യൂരിറ്റി നമ്പറും CISFലുണ്ട്. ഈ സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു വനിതാ മേധാവി വരുന്നത്. മികച്ച പദവികൾ അലങ്കരിക്കാൻ സ്ത്രീകൾ സായുക്തമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ തലമാറ്റം കൊണ്ട് മനസ്സിലാക്കേണ്ടത്.